പുഞ്ചിരിക്കുന്ന മുഖത്തിന് പുറകിൽ അഗാധമായ ദുഃഖവും വേദന അത് ആരോടും പറയാതെ സപ്രസ് ചെയ്ത് കൊണ്ടു നടക്കുക. അപ്പോൾ അതങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ അത് നയിക്കുന്നത് ഹോപ്പ്ലെസ്നെസ്സിലേക്കും സാഡായിട്ടുള്ള അവസ്ഥയിലേക്കും ഇവഞ്ച്വലി ഡിപ്രഷനിലേക്കുമാണല്ലോ നയിക്കുന്നത്. ഒത്തിരി ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, എനിക്കൊരു പ്രതീക്ഷയില്ല ജീവിതത്തെക്കുറിച്ച്. ഓക്കെ, അതായത് ഒരു ഹോപ്പ്ലെസ്നെസ് ഭയങ്കര ഓവറായിട്ട് നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ആൾക്കാർ പറയാം, എനിക്ക് ചുറ്റും എല്ലാം സഹായിക്കാൻ ആൾക്കാരുണ്ടെങ്കിലും അവർ പറയും എൻ്റെ കൂടെ ആരുമില്ല, എനിക്ക് ഹെൽപ്പില്ല, അല്ലെങ്കിൽ എനിക്ക് മരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചിലരൊന്നും വിശ്വസിക്കത്തില്ലല്ലോ. ഓക്കെ, ഒപ്പത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു ഡിസോർഡറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒപ്പത്തിൻ്റെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദരോഗം. അതിനായി നമ്മോടൊപ്പം സിസ്റ്റർ ഗ്രേസ് ഉണ്ട്. സിസ്റ്റർ സ്വാഗതം. താങ്ക് യു. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടേമാണ് ഡിപ്രഷൻ എന്നത്. പക്ഷെ പലപ്പോഴും അത് എന്താണെന്ന് ശരിക്കും ഒരു അവബോധമില്ലാതെ പലപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു പദമായിട്ട് പലപ്പോഴും കാണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും സിസ്റ്റർ, എന്താണ് ക്ലിനിക്കലി നമ്മൾ ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് ശരിക്കും ഡിപ്രഷൻ എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ ഒരു വിഷമം വരുമ്പോഴോ അല്ലെങ്കിൽ സാഡ് ആകുമ്പോഴോ ഒക്കെ ഞാൻ ഡിപ്രസ്ഡ് ആണെന്ന് പറയുന്ന ഒരു സംസ്കാരം ഉണ്ടല്ലേ. പക്ഷേ നമ്മൾ ക്ലിനിക്കലി പറയുമ്പോൾ മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആണെങ്കിൽ അതിന് കുറെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് DSM ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക് മാനുവലിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമുക്ക് ചിന്തിക്കാം. അപ്പൊ അതിനകത്തൊരു 9 സിംറ്റംസ് ക്രൈറ്റീരിയ ഉണ്ട്. അതിലൊരു 5 കൂടുതലോ ഉണ്ടാകണം, അല്ലെങ്കിൽ അത് 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണത്. 5 സിംറ്റംസ് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ അത് 2 ആഴ്ചയോളം അങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഒരു ഡിപ്രഷനാണ്, ഡിപ്രസീവ് ഡിസോർഡർ ആണെന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തേന്ന് പറയുന്നത് മൂഡ്, നമ്മുടെ മൂഡിലുള്ള പ്രോബ്ലംസ്, അതായത് സാഡ്, കണ്ടിന്യൂസ് ആയിട്ട് ദുഃഖം, ഗിൽറ്റ്, ഹോപ്പ്ലെസ്നെസ് ഉണ്ടാകുക, പ്രതീക്ഷയേ ഇല്ല. അപ്പൊ ആ മൂഡിൽ ഉണ്ടാവുന്ന പ്രശ്നം നമുക്ക് അങ്ങനത്തെ ഒരു മൂഡാണ്. അത് മോസ്റ്റ് ഓഫ് ദ ഡേ അങ്ങനെ ആയിരിക്കും, സ്ഥിരമായിട്ട് മോസ്റ്റ് ഓഫ് ദ ഡേയിൽ അങ്ങനെ ആയിരിക്കും. ചിലർക്ക് ഉറക്കത്തിലുള്ള, ചിലർ ഭയങ്കര ഉറക്കം ആയിരിക്കും, ചിലർ ഉറക്കം ഇല്ലായ്മയായിരിക്കും. അപ്പം അതുപോലെ ആപ്പറ്റൈറ്റിലും അങ്ങനെയുള്ള പ്രോബ്ലം, ചിലർ കൂടുതൽ ഫുഡ് കഴിക്കും, വെയിറ്റ് ഗെയിൻ ഓർ വെയിറ്റ് ലോസ് ഉണ്ടാകാം, അതൊരു ലക്ഷണമാണ്. പിന്നീട് സൈക്കോമോട്ടോർ ചേഞ്ചസ് ഉണ്ടാകാം, അതായത് ചിലർക്ക് ഇറിറ്റബിലിറ്റിയാ, ഭയങ്കര ബുദ്ധിമുട്ട്, അസ്വസ്ഥതയാണ്. ചിലർക്ക് എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും പറ്റുന്നില്ല, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥയുണ്ടാവാം. റെക്കറന്റ് ആയിട്ടുള്ള സൂയിസൈഡ് തോട്ട്സ്, എനിക്ക് അങ്ങ് മരിച്ചാൽ മതി, അല്ലെങ്കിൽ മരിച്ചു പോയാൽ മതിയായിരുന്നു എന്നുള്ള ചിന്ത കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഡിപ്രഷൻ കൗൺസിലിംഗിന് വരുമ്പോ ആദ്യം തന്നെ ഇങ്ങനെ മരിക്കാൻ എന്തെങ്കിലും പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ചോദിക്കണമെന്ന്, അസസ് ചെയ്യണമെന്നാണ്. അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങള് നമ്മുടെ ചിന്തയില്, ഇമോഷൻസില് എല്ലാം ഉണ്ടായിട്ട് 2 ആഴ്ച കൂടുതൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സാധാരണ ദുഃഖവും ഡിപ്രഷനും തമ്മിൽ നല്ലൊരു അന്തരം ഉണ്ടെന്ന്. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിലും താല്പര്യമില്ല, പ്രത്യേകിച്ച് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പ്ലഷർ അൻഹിഡോണിയ, അതായത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ, എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ വളരെ സന്തോഷമായിരുന്നു, അല്ല ഞാൻ എക്സർസൈസ് ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പി ആകുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നടക്കാൻ പോകുമ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ചില നല്ല കോപ്പിംഗ് മെക്കാനിസംസ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതൊന്നും എനിക്കിപ്പോ സന്തോഷം തരുന്നില്ല, പ്ലഷർ തരുന്നില്ല. അപ്പൊ അതൊക്കെ ലക്ഷണങ്ങളാണ്. മുമ്പ് ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യവും സ്റ്റേജിൽ ആസ്വദിക്കാൻ പറ്റുന്നേ ഇല്ല. അപ്പൊ അത് ശരിക്കും വ്യക്തമായിരിക്കും. ഇപ്പം നമ്മുടെ ഹൈജീന്റെ കാര്യം പോലും, താടിയും മുടിയും ഒന്നും വെട്ടുന്നില്ല, കുളിക്കാൻ പറ്റുന്നില്ല, തോന്നുന്നില്ല, അങ്ങനെയുള്ള ഒത്തിരി വ്യത്യസ്തങ്ങളായ ലക്ഷണങ്ങൾ കാണിക്കും. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വ്യക്തിത്വത്തിൽ സാരമായ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെയുള്ള അവസ്ഥയ്ക്കാണ് സാധാരണ മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്നൊക്കെ നമ്മൾ പറയുന്നത്.
ഇങ്ങനെ കുട്ടികളൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, ഇപ്പം പാരന്റ്സ് എന്നെ വഴക്ക് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഡിപ്രഷനിലാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് നമ്മൾ എനിക്ക് തോന്നുന്നു ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. അപ്പം ശരിക്കും ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതെ അതെ, അതിനാ നമ്മൾ മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. അല്ല, ഞാൻ എനിക്കിന്നൊരു ബാഡ് ഡേ ആയിരുന്നു, ഇന്ന് എനിക്ക് നല്ല വഴക്ക് കിട്ടി, എനിക്കൊരു മോശം ദിവസമായിരുന്നു, സാഡാണ്, അല്ല ഞാൻ ഇന്ന് എനിക്ക് ഒരു ഹോപ്പ്ലെസ്നെസ് ഉണ്ട്, അതൊക്കെ ഒരു ടെമ്പററി ആണല്ലോ. അതെ, അത് കുറച്ചു നേരം നീണ്ടു നിൽക്കുക, അത് കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആവുക. ഇതെന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ദിവസങ്ങള് മോസ്റ്റ് ഓഫ് ദി ഡേ അങ്ങനെയാണ്, അത് ദിവസങ്ങളോളം നിൽക്കുന്നു, ആഴ്ചകളോളം നിൽക്കും. ഇനി വേറെ ചില പ്രോബ്ലം കൊണ്ടും ഡിപ്രഷൻ വരാം. ഉദാഹരണത്തിന് നമ്മളത് പറയും ഇനിയുള്ള എപ്പിസോഡുകളിൽ, ബൈപോളാർ 1 and 2 ഒക്കെ വരുമ്പോൾ ഡിപ്രഷനും മാനിയായും ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ഉള്ളതല്ലെങ്കിലാണ് ഈ ഡിപ്രസീവ് ഡിസോർഡർ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. വേറെ ഇനി സബ്സ്റ്റൻസ് അബ്യൂസ് കൊണ്ടും ഡിപ്രഷൻ ഉണ്ടാവല്ലോ. അപ്പൊ അങ്ങനെ സബ്സ്റ്റൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ബൈപോളാർ 1 and 2 അല്ല. ഇങ്ങനെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആണെന്ന് മനസ്സിലാക്കുന്നത്. സിസ്റ്റർ, ഈ ഡിപ്രഷനെ കുറിച്ച് പറയുമ്പോൾ സിസ്റ്റർ കോർ സിംറ്റംസ് ഒക്കെ പറഞ്ഞു. അപ്പം അതുകൂടാതെ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് നമുക്കൊരു ഡിപ്രഷൻ ഉണ്ടെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ നമുക്ക് ക്ലിനിക്കലി പറയാൻ വേണ്ടി പറ്റുക? ഈ ഡിപ്രഷൻ വരാനുള്ള കാരണങ്ങൾ പലതാകാമല്ലോ. മേജർ ലൈഫ് ഇവന്റ്സ്, അതായത് പെട്ടെന്നുണ്ടാകുന്ന മരണം ചിലപ്പോൾ ചിലരെ ഡിപ്രഷനിലേക്ക് നയിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ബ്രേക്കപ്പുകൾ, പലർക്കും ബ്രേക്കപ്സ് ഉണ്ടായി, പിന്നെ അത് ഒരു ഡിപ്രഷന്റെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഫോംസ് ഉണ്ട് കേട്ടോ. അപ്പൊ മൈൽഡ് ഫോമിലൊന്നും ഭയങ്കര സിവിയർ ആയിട്ടുള്ള ലക്ഷണങ്ങളല്ലല്ലോ കാണിക്കുന്നത്. അപ്പൊ ചെറിയ രീതിയിലായിരിക്കാം, വിശപ്പ്, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ലെന്നായിരിക്കാം, അല്ലെങ്കിൽ ഉറക്കക്കുറവ് വരുന്നു, ഇറിറ്റബിലിറ്റി വരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കാം. 5-ൽ താഴെ ഇത്രയും കോർ സിംറ്റംസ് ഉണ്ടാവില്ല, കുറച്ച് കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. എന്നാലും ഒരു ചെറിയ ഇമ്പയർമെന്റ് ഉണ്ടാവും. അതെ, ഉണ്ടാവും. നേരത്തെ ഉണ്ടായിരുന്ന ആളല്ലായിരിക്കും, കുറെ വ്യത്യാസങ്ങൾ വരുന്നു. താല്പര്യമില്ലായ്മ കാണുന്നു, എപ്പോഴും കരയുന്നു, അല്ലെങ്കിൽ പ്രത്യാശയില്ലാത്ത സംസാരങ്ങൾ ഉണ്ടാവുന്നു, അങ്ങനെയൊക്കെ. പിന്നെ നമ്മുടെ പ്രകൃതി ദുരന്തങ്ങള്, മരണങ്ങള്, പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തത് വരുമ്പോൾ ഉണ്ടാകുന്ന ആ തകർച്ചയിൽ നിന്നും ഈ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഫോമിലേക്കും പോകാം. ഇനി ബ്രേക്കപ്പുകൾ മൈൽഡിൽ നിന്നും സിവിയർ ആയിട്ട് മേജർ ഡിപ്രസീവ് ഡിസോർഡറിലേക്കും ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ, തക്ക സമയത്ത് കിട്ടിയില്ലെങ്കിൽ അത് ലീഡ് ചെയ്യാം. ട്രോമാറ്റിക് എക്സ്പീരിയൻസസ്, അതും നമുക്ക് അതിനുള്ള ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ ഈ മേജർ ഡിപ്രസീവ് ഡിസോർഡറിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇടയാക്കും. പലപ്പോഴും ഈ ഡിപ്രഷന്റെ കാര്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു കോർ സിംറ്റമായിട്ട് തന്നെ സിസ്റ്റർ സൂചിപ്പിക്കുകയും ചെയ്തു, സൂയിസൈഡ് എന്നുള്ളത്. നമ്മുടെ വേറെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. എന്നാൽ പോലും ഈ ഡിപ്രഷന്റെ ഒരു കോർ സിംറ്റമായിട്ടാണ് ഈ സൂയിസൈഡ് കാണുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തില് ഒത്തിരിയേറെ ആത്മഹത്യകൾ കൂടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഈ ഡിപ്രഷന്റെ ഇതായിട്ട്. അപ്പൊ അതിനൊരു കാരണമായിട്ട് എന്തായിരിക്കും സിസ്റ്ററിന് തോന്നുന്നുണ്ടാവുക? പലപ്പോഴും നമ്മൾ ഈ സൂയിസൈഡ് തോട്ട്സ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ എനിക്ക് മരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചിലരൊന്നും വിശ്വസിക്കത്തില്ലല്ലോ. അത് മരിക്കാൻ വേണ്ടിയാ പറയുന്നതെന്നോ, അല്ലെങ്കിൽ ഇതൊരു ഡിപ്രഷൻ ഉണ്ടായിട്ടാ പറയുന്നത്. അല്ലെ, ഡിപ്രഷൻ ആണെങ്കിൽ പോലും അതിനൊരു ഹെൽപ്പ്, ഇഫക്റ്റീവ് ആയിട്ടുള്ള ഹെൽപ്പ് തക്ക സമയത്ത് കൊടുക്കാനായിട്ടുള്ള നമ്മുടെ സ്റ്റിഗ്മ ഉണ്ടാകാം, അതിനുള്ള പ്രോപ്പർ ആളുകളെ കണ്ടെത്താനുള്ള അറിവില്ലായ്മ ഉണ്ടാകാം, അല്ലെങ്കിൽ അതൊരു ഇമ്പോർട്ടന്റ് കാര്യമായിട്ട് ഇനി അവർ തന്നെ വേണ്ടാന്ന് പറയും. ഇപ്പൊ ഡിപ്രഷൻ ഉള്ളവര് ഒരു ഡിനയലിൽ തന്നെ ആയിരിക്കുമല്ലോ, എനിക്ക് ഒന്നും വേണ്ട, അങ്ങനെ ആയിരിക്കും തോന്നുന്നത്, എനിക്ക് ഹെൽപ്പ് ഒന്നും വേണ്ടാന്നായിരിക്കും തോന്നുന്നത്. അപ്പൊ അതിന് എനിക്ക് തോന്നുന്നു ഏറ്റവും സ്നേഹത്തോടെ ഒരു ഫാമിലി മെമ്പർ കൂടെ ആയിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടത്, അക്കമ്പനിമെന്റ് പ്രധാനപ്പെട്ടത് അല്ലേ. സ്നേഹിക്കുക, കേൾക്കുക, അതിനൊരു ചെറിയ മോട്ടിവേഷൻ കൊടുക്കുക, അങ്ങനെയൊക്കെ. ഇനിയും ഈ ഡിപ്രസീവ് ഡിസോർഡേഴ്സിന് വേറെ ബയോളജിക്കൽ റീസൺസും ഉണ്ടാകാമല്ലോ. ഇപ്പൊ തൈറോയിഡ് ഉള്ളവരില് അല്ലെ, ഹൈപ്പർ തൈറോയിഡിസം അല്ലെ ഹൈപ്പോ തൈറോയിഡിസം, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ബയോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ടും ഡിപ്രഷന്റെ മൈൽഡ്, മോഡറേറ്റ് സിംറ്റംസ് ഒക്കെ കാണാം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ബയോളജിക്കൽ ആണോ, സൈക്കോളജിക്കൽ ആണോ, എന്തെങ്കിലും സംഭവിച്ചത് കൊണ്ടാണോ, അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും ഇതിനൊരു ഫാക്ടറാണ് തീർച്ചയായിട്ടും. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വേറെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പം യങ്സ്റ്റേഴ്സിലൊക്കെ കൂടുതലായിട്ടും ഇപ്പം നമ്മുടെ ഒരു സാഹചര്യത്തിൽ ഒത്തിരി ലോൺ ആപ്പുകൾക്ക് അവൈലബിൾ ആണ്. ഈ ലോൺ ആപ്പിന്റെ ഭീഷണി കൊണ്ട് അത് ആരോടും പറയാണ്ട്
മുമ്പോട്ടൊക്കെ പോയി ഡിപ്രഷനിൽ കഴിഞ്ഞ് ഹെൽപ്പ് സീക്ക് ചെയ്തില്ല, അങ്ങനെ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നുണ്ട്. ക്ലിന്റ് പറഞ്ഞതുപോലെ ഈ ലോൺ ആപ്പൊക്കെ എടുത്ത് പിള്ളേര് ഇപ്പൊ പേരൻസ് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ, ഇപ്പൊ ടീനേജേഴ്സ് ഒക്കെ ആണെങ്കിൽ എല്ലാ കാര്യവും പേരൻസിനോട് പറയണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ പോയി നഷ്ടം വന്നു, പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലും അവര് പിന്നെ ആരോടും പറയാൻ പറ്റാതെ ഉള്ളിലെല്ലാം ഒതുക്കി വെച്ച് ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നു. നമ്മളിപ്പോ ഇങ്ങനെ കാണുന്ന ഒരു ടൈമാണല്ലോ ഈ സ്മൈലിംഗ് ഡിപ്രഷൻ എന്നൊക്കെ. അതൊക്കെ ഇതിന്റെ ഒരു പാർട്ടായിട്ട് അവരിങ്ങനെ പോകുന്നുണ്ടാവും. തീർച്ചയായിട്ടും സ്മൈലിംഗ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ടേം DSM-ൽ ഒന്നും ഇല്ല, ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു ടേം അല്ല, നമ്മൾ ഉപയോഗിക്കുക അത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പുറത്ത് ഒന്ന് കാണിക്കുന്നു, അകത്ത് പക്ഷെ ഭയങ്കര വേദനയും ദുഃഖവും ഉള്ളിലുണ്ട്, പക്ഷെ നമ്മൾ പുറത്ത് കാണിക്കുന്നില്ല. പുറത്ത് നമ്മൾ കൾച്ചറലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേസിൽ അത് പ്രകടിപ്പിക്കുക. പക്ഷെ നമ്മൾ ആ പുഞ്ചിരിക്കുന്ന മുഖത്തിന് പുറകിൽ അഗാധമായ ദുഃഖവും വേദന അത് ആരോടും പറയാതെ സപ്രസ് ചെയ്ത് കൊണ്ടു നടക്കുക. അപ്പൊ അത് അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ അത് നയിക്കുന്നത് ഹോപ്പ്ലെസ്നെസ്സിലേക്കും സാഡായിട്ടുള്ള അവസ്ഥയിലേക്കും ഇവഞ്ച്വലി ഡിപ്രഷനിലേക്കുമാണല്ലോ നയിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഈ കുട്ടികളിൽ ബ്രേക്കപ്പ് അല്ല ലോണാപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നവർക്ക് എല്ലാം പേരൻസിനോടൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരെ ബ്ലെയിം ചെയ്യുവോ, പിന്നെ അവർക്ക് ഭയം ഉണ്ടാകാം, ചെയ്തതിൻ്റെ അകത്ത് തെറ്റുണ്ട്, അങ്ങനെയായിരുന്നു, ഒരു മോറൽ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാകാം, അതിനെ കുറിച്ചുള്ള ഗിൽറ്റ് ഉണ്ടാകാം, ഭയം ഉണ്ടാകാം. അപ്പൊ അതെല്ലാം സപ്രസ് ചെയ്ത് വെച്ച് ഒറ്റയ്ക്ക് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ആരോടും പറയാൻ പറ്റാതെ ഒക്കെ ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനി കുട്ടികളിൽ ഉണ്ടാകുന്നതാണല്ലോ ഡിസ്റപ്റ്റീവ് മൂഡ് റെഗുലേഷൻ. കുഞ്ഞു കുട്ടികളിൽ അവരിങ്ങനെ ആങ്കർ ഔട്ട് ബസ്റ്റ് എല്ലാം കാണിക്കുന്നു, കൂടുതൽ ക്രൈ, അത് നിർത്താതെ കരയുന്നു, അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കുട്ടികളിലെ കൊച്ചു കുട്ടികളിലെ ഡിപ്രഷനായിട്ട് കാണാൻ പറ്റും. അതുപോലെ പലതരത്തിലുള്ള ഡിപ്രഷൻ ഉണ്ടല്ലോ, സീസണൽ ഡിപ്രഷൻ, അതുപോലെ തീർച്ചയായിട്ടും വിന്റർ സീസണിലൊക്കെ മഞ്ഞുകാലമൊക്കെ വരുമ്പോൾ അല്ല തണുപ്പ് കാലങ്ങളിലൊക്കെ മനുഷ്യന്റെ മൂഡ് വല്ലാതെ ലോ ആയിരിക്കും. അപ്പൊ നമ്മള് വൈറ്റമിൻ ഡി പറഞ്ഞ പോലെ സൂര്യപ്രകാശവും, അപ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പൊ അങ്ങനെയുള്ള സീസണൽ ആയിട്ടുള്ള ഡിപ്രഷൻ ഉണ്ട്. ചിലർക്ക് രാവിലെ ഭയങ്കര സാഡായിരിക്കും, മെലൻഹോളിക് ആയിട്ടുള്ള, പിന്നീട് അത് ഇച്ചിരി ഓക്കെ ആവും, അങ്ങനെയുള്ള സംഭവം ഡിപ്രഷനുണ്ട്. അതുപോലെ തന്നെ പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രം, മെൻസ്ട്രുവൽ സൈക്കിളിന് മുമ്പ് സ്ത്രീകൾക്ക് ഇറിറ്റബിലിറ്റി, ആങ്കർ, ഡിപ്രഷൻ, സാഡ്, അത് റിലേഷൻഷിപ്പിനെ ബാധിക്കും, വർക്കിനെ ബാധിക്കും, അങ്ങനെയുള്ള ഡിപ്രഷൻ ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഡിപ്രഷൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം അതിന്റെ എല്ലാം ക്രൈറ്റീരിയ വെച്ച് നമ്മൾ മനസ്സിലാക്കി ആണ് ഇത് ഇന്നതാണെന്ന് നമ്മൾ സ്ഥിരീകരിക്കുകയും അതിനുള്ള സഹായം. ഇനി ഡിപ്രഷന് പലപ്പോഴും ഒരു മൂഡ് സ്റ്റെബിലൈസർ മരുന്ന് ആവശ്യമായിട്ടുണ്ട്. മേജർ ഡിപ്രസീവ് ഡിസോർഡറിന് മരുന്ന് ആവശ്യമാണ്. ക്ലിനിക്കലി ഡിപ്രഷൻ ആണെന്ന് ഡയഗ്നോസ്ഡ് ആയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മെഡിസിൻ എടുക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന് നമ്മൾ മടിക്കുകയോ നാണിക്കുകയോ ചെയ്യരുത്. അത് ക്ലിന്റ് മുമ്പേ ചോദിച്ചതുപോലെ സൂയിസൈഡൽ ആയിട്ടുള്ള ചിന്തകൾ, അല്ലെ ഇവർക്ക് മരിക്കണമെന്നുള്ള തോന്നല്, ഇത് ട്രീറ്റ് ചെയ്യാതിരുന്ന പലരും എന്ത് ചെയ്യും, അത് ആത്മഹത്യ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ ഹെൽപ്പ് കൊടുക്കുക. ചിലരെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മരുന്ന് കഴിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക, അതെടുത്ത് കൊടുക്കുക, അത് ആ മരുന്നൊക്കെ എടുത്ത് കൊടുക്കണം. കൂടെ ആരെങ്കിലും നല്ല ഒരു സപ്പോർട്ട് സിസ്റ്റം ആവശ്യമാണ്. ഇപ്പൊ നമുക്ക് വേറെ ഈ ഡിപ്രഷനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ഒത്തിരി ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, എനിക്കൊരു പ്രതീക്ഷയില്ല ജീവിതത്തെ കുറിച്ച്. ഓക്കെ, അതായത് ഒരു ഹോപ്പ്ലെസ്നെസ് ഭയങ്കര ഓവറായിട്ട് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ആൾക്കാർ പറയാം, എനിക്ക് ചുറ്റും എല്ലാം സഹായിക്കാൻ ആൾക്കാരുണ്ടെങ്കിലും അവർ പറയും എൻ്റെ കൂടെ ആരുമില്ല, എനിക്ക് ഹെൽപ്പില്ല. ഓക്കെ, പിന്നെ ഒരു ആൾക്ക് തന്നെ ഒരു വാല്യൂ ഇല്ലാത്തൊരവസ്ഥ, ഒരു ഡിഗ്നിറ്റി, ആളുടെ ഒരു ഡിഗ്നിറ്റി പോലും കൂടി ആൾ മനസ്സിലാക്കുന്നില്ല, ആളുടെ സ്ഥാനം മനസ്സിലാക്കുന്നില്ല, ആൾ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയി പോകുന്ന ഒരവസ്ഥ. ഇതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും ഈ ഡിപ്രഷന്റെ സ്റ്റേറ്റിൽ? അപ്പൊ അതിന്റെ എല്ലാം പുറകിലൊരു റൂട്ട് കോസ് ഉണ്ടാവും തീർച്ചയായിട്ടും. റൂട്ട് കോസ് ഇല്ലാത്ത ഒരു കാര്യമില്ലല്ലോ. എന്താണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? റീസെന്റ് ആയിട്ട് സംഭവിച്ചതാണോ? റിട്ടയർമെന്റിന് ശേഷമാണോ? അല്ലെങ്കിൽ ഭാര്യ ഭർത്താവോ മരിച്ചതിന് ശേഷമാണോ? അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ഒരു ട്രൗമ ഹീൽ ചെയ്യപ്പെടാതെ കിടന്നതിന്റെ ഇപ്പൊ അതെന്തേലും ആ തോട്ട്സ് ഉണ്ടായതാണോ? അത് ചിലപ്പോൾ അവെയർ ആവണമെന്നില്ല. ഇനി എന്തെങ്കിലും കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ആണോ? അദ്ദേഹത്തിന്റെ പേരൻസിന് ബയോളജിക്കലി അപ്പനോ അമ്മയ്ക്കോ വല്യപ്പനോ വല്യമ്മയ്ക്കോ ഒക്കെ ഇതുപോലുള്ള ഡിപ്രസീവ് സിംറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഡിപ്രഷൻ ഉണ്ടായിരുന്നോ? ആരെങ്കിലും കുടുംബത്തിൽ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടോ?
അത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഇങ്ങനൊരു കാര്യത്തിന്റെ ഉത്തരം പറയുമ്പോൾ. അപ്പൊ ഏത് കാരണങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹം, അപ്പൊ അവിടെയാണ് കൗൺസിലിംഗ് ആവശ്യമായിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെ സഹായത്തോടെയാണല്ലോ ഇത് അസസ് ചെയ്ത് മനസ്സിലാക്കി ആ വ്യക്തിക്ക് സഹായം കൊടുക്കുന്നത്. അപ്പൊ അത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഗ്രീഫ്, പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഗ്രീഫ്, അത് ആ ദുഃഖം മാറിയിട്ടേ ഇല്ല. ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് അല്ലെ ഒരു മരണത്തിന് ശേഷം ആള് പിന്നെ റിക്കവർ ആയിട്ടില്ല, ഹീലിംഗ് കിട്ടിയിട്ടേ ഇല്ല. അപ്പൊ അത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു സ്മൈലിംഗ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ പുറത്ത് ഓക്കെ ആയിട്ട് കാണിക്കുന്നത്, പക്ഷെ അകത്ത് അത് പിന്നെ നിരാശയാ, ജീവിതത്തിലെല്ലാം തീർന്നതുപോലെയാ. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏതെങ്കിലും വ്യക്തികൾക്കൊക്കെ ഈ ഒരു വിഷാദത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരോട് നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് പോലെ പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും സിസ്റ്റർ? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണല്ലോ പ്രത്യാശ. ഈ പ്രത്യാശ ദൈവത്തിന്റെ ദാനമാണ്. അത് ദൈവം നമുക്ക് ദാനമായിട്ട് തരും. ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ ഫലമാണല്ലോ പ്രത്യാശ, പ്രതീക്ഷ. അപ്പൊ അത് ആ ഒരു ഹീലിങ്ങിനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട്. നമ്മുടെ തലച്ചോറിന് ഹീൽ ചെയ്യപ്പെടാനുള്ള ഒരു കപ്പാസിറ്റി ദൈവം തന്നിട്ടുണ്ട്, പ്ലാസ്റ്റിസിറ്റി ഉണ്ട്. അപ്പൊ അത് ഹീൽ ചെയ്യാനായിട്ട് ഇപ്പം ഈ കേൾക്കുന്ന ആൾക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ കൂടെയുള്ളവർ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ആ പ്രതീക്ഷ കൊടുക്കാൻ പറ്റും, അവർക്ക് ഹെൽപ്പ് കൊടുക്കാൻ പറ്റും അല്ലേ? അങ്ങനെയുള്ള ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അതിനുവേണ്ടി അവരെ കൂടുതലും ഈ സ്നേഹിക്കപ്പെടാതിരിക്കുക, സ്നേഹത്തിലുള്ള വയലേഷൻ ആണല്ലോ പലപ്പോഴും പലരെയും നിരാശയിലേക്ക് നയിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് തന്നെയുള്ള നമ്മുടെ ചിന്തയിൽ എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ വರ್ತല്ല, അതിനൊരു റീസണും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടെ എവിടെയൊക്കെയോ സ്നേഹത്തിന്റെ ഭംഗം ചെറുപ്പകാലത്ത് ചിലപ്പോൾ അത് പേരൻസിൽ നിന്ന് കിട്ടിയതായിരിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേര് പോലെ ഒപ്പം ആയിരിക്കുക. അപ്പൊ കൂടെയുള്ളവരെ, വീട്ടുകാര്, അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഇഗ്നോർ ചെയ്യാതെ അത് നോർമലാണ്, അവരെ സഹായിക്കാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യത്തില് എവിടെ നിന്നാണ് ആ സഹായം കിട്ടുന്നത്? ദൈവത്തിൽ നിന്നുള്ള സഹായമുണ്ട്, എക്സ്പേർട്ട് ആയിട്ടുള്ള അതിനുവേണ്ടിയുള്ള കൗൺസിലേഴ്സിന്റെ സഹായമുണ്ട്, പ്രൊഫഷണൽസിന്റെ സഹായമുണ്ട്. അത് സീക്ക് ചെയ്യാനായിട്ട് അതിൽ നാണം കേട് വിചാരിക്കേണ്ട എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ചെറിയ കാര്യങ്ങൾ പോലും നിസ്സാരമായിട്ട് എടുക്കില്ലെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ ഒരുപക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പണ്ടത്തെ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം അങ്ങനെ ഒരാൾ പറയുമ്പോൾ അതെ. പിന്നെ ചില ദീർഘകാലം ഉപയോഗിക്കുന്ന മരുന്ന്, ക്യാൻസർ സർവൈവേഴ്സ് ഒക്കെ പലപ്പോഴും മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ആ മരുന്നിന്റെയൊക്കെ സൈഡ് എഫക്റ്റ് കൊണ്ടും ഉറക്കമില്ലായ്മയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ചില രോഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ദീർഘകാലം ഉപയോഗിക്കുന്ന മരുന്നുകൾ. ഇനി ചില ഡിപ്രഷനില് ഹാലുസിനേഷനും ഡെലൂഷനും ഉണ്ടാകാമല്ലോ. അപ്പോൾ ഡെലൂഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ആരും പറയുന്നില്ല, പക്ഷെ അവർ കേൾക്കുക, ചെവിയിൽ കേൾക്കുന്നു. ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വ്യക്തികളെ കാണുന്നുണ്ട്, അവർ വന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള പ്രത്യേകതകളും ഒക്കെ ഇതിനോട് ചേർന്ന് സൈക്കോട്ടിക് ഫീച്ചേഴ്സ് കാണാം. വിധിക്കാതെ അവരെ കാണുക, പിന്നെ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് അവരെ മനസ്സിലാക്കുക, സഹായം കൊടുക്കുക. ഇതിലൂടെ നമ്മൾ എന്താ പറയേണ്ടത്, ക്യൂരിയസ് ആയിട്ട് എന്താ പറ്റിയത് അവരോട് ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ പറയാൻ അറിയില്ല. അത് നമ്മളോട് തന്നെ ആയിരിക്കും നമ്മൾ ചോദിക്കേണ്ടത്. അത് നമ്മളെ എമ്പതിയിലേക്ക് കൊണ്ടുപോയി അവരെ സഹായിക്കണം. സിസ്റ്ററെ, നമ്മൾ ഈ ഡിപ്രഷനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു ടൈപ്പാന്ന് തോന്നുന്നത് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഡെലിവറിക്കൊക്കെ ശേഷം സ്ത്രീകളിൽ കാണുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണല്ലോ ഇത്. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അനേക സ്ത്രീകളിൽ ഇപ്പോൾ വ്യാപകമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് പലരിലും വ്യത്യാസപ്പെട്ടായിരിക്കുന്നത്. അതിനകത്തൊരു ഡിപ്രഷന്റെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ടാണല്ലോ ആ ഒരു ക്രൈറ്റീരിയയിൽ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിലർക്ക് അമിതമായിട്ട് കുഞ്ഞുങ്ങളെ ആ ബോണ്ടിങ് പറ്റാതെ വരും. ചില സ്ത്രീകളിൽ കുഞ്ഞുങ്ങളെ നോക്കാനോ അവരെ കെയർ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. ചിലർക്ക് അവരെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠയായിരിക്കാം. അവര് കരയുന്നത് ഉത്കണ്ഠ, അല്ലെങ്കിൽ അവർ ഫുഡ് കഴിക്കാതിരിക്കുന്ന ഉത്കണ്ഠ. അതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുഞ്ഞ് ചിലപ്പം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ കുഞ്ഞ് ചിലപ്പോൾ ചുമച്ച് കരയുന്നു, ഉറക്കം വരുമ്പോൾ കരയുന്നു. അപ്പം അമ്മയ്ക്ക് പക്ഷെ അമിതമായ ഉത്കണ്ഠ കാരണം നോർമലായിട്ടുള്ള കാര്യങ്ങൾ പോലും ഭീകരമായിട്ട് തോന്നുക. അപ്പം അമ്മ ആങ്ഷ്യസ് ആകുന്നു. അതിനുവേണ്ടി അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് സഹായം തേടി പിന്നെ ഓൺലൈനിൽ പലരെ വിളിക്കുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നു, അവിടെ എവിടെയും കൊണ്ടുപോകുന്നു. അപ്പൊ അത് പിന്നെ റിലേഷൻഷിപ്പിനെയും ബാധിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഇറിറ്റബിലിറ്റി, ആങ്കർ, ഇമോഷൻസിനെ സാരമായിട്ട് ബാധിക്കും.
ബാധിക്കുന്നു, എപ്പോഴും കരച്ചില്, പിന്നെ ദേഷ്യപ്പെട്ട് പെരുമാറുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്രയും നാളും കാണാത്ത ഒരു വ്യക്തിയെ ഭർത്താവും വീട്ടുകാരും കാണുക, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ കാണുക. അപ്പോൾ അത് കുട്ടിയുടെ വളർച്ചയും ബാധിക്കുന്നുണ്ടല്ലോ, കുട്ടിയുടെ എല്ലാ കാര്യത്തെയും ബാധിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അതൊരു സ്റ്റിഗ്മ വെച്ച് പുലർത്താതെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹെൽപ്പ് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് നിന്ന് സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഇപ്പം ഒരു ഡെലിവറിക്ക് ശേഷം ഒരു സ്ത്രീ ഒത്തിരിയേറെ കെമിക്കൽ ചേഞ്ചസിൽ കൂടെ കെമിക്കൽ ഇംബാലൻസസ് വരുന്നുണ്ടല്ലോ ബ്രെയിനിലൊക്കെ. അപ്പൊ അതെനിക്ക് തോന്നുന്നു ഓരോ ഭർത്താക്കന്മാരും ഫാമിലിയും കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ ഹോർമോണൽ ഇംബാലൻസസ്, അതുപോലെ തന്നെ സാഹചര്യങ്ങൾ, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, പാസ്റ്റ് ട്രോമ, ചൈൽഡ്ഹുഡിലെ കാര്യങ്ങൾ, ഈ ഡിപ്രഷന്റെ ബയോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഇതിൻ്റെ അകത്തൊരു റോള് വഹിക്കുന്നുണ്ടാവാം. പക്ഷെ ഇങ്ങനെയുള്ളവരെ നമ്മൾ ഇതൊരു ഭ്രാന്താണ്, അല്ലെ ഇത് വല്ലതും മറച്ചു വെച്ച് കല്യാണം കഴിപ്പിച്ചതാണ്, അങ്ങനെയൊന്നും അല്ല ചിന്തിക്കേണ്ടത്. നമ്മുടെ ബ്രെയിനിലെ കെമിക്കൽസിൽ ഒരു മാറ്റം വന്നാൽ തന്നെ നമ്മുടെ ചിന്തയിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും എല്ലാം വ്യത്യാസം വരാമല്ലോ. നമ്മൾ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലെല്ലാം ഉള്ള വ്യത്യാസം അല്ലേ. പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ കൗൺസിലിംഗ് പ്രാക്ടീസസിൽ കൂടുതലായിട്ടും ഇങ്ങനെ ആദ്യം ഒരു ഫാമിലി കൗൺസിലിംഗ് വന്നു കഴിയുമ്പോഴത്തേനും അവർ പറയുന്നൊരു കാര്യം, കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടേ ആൾക്ക് പ്രോബ്ലം തുടങ്ങി എന്നൊക്കെ പറഞ്ഞായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ നമ്മളത് ശരിക്കും പഠിച്ചു കഴിയുമ്പോൾ കുട്ടി ജനിച്ചതിന് ശേഷമാണ് പലപ്പോഴും പ്രോബ്ലം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പലപ്പോഴും മനസ്സിലാക്കപ്പെടാതെ പോകുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ മനസ്സിലാക്കപ്പെടാതെ പോകുന്നുണ്ട്. അത് റിലേഷൻഷിപ്പിൽ സ്ട്രെയിൻ ഉണ്ടാക്കുന്നുണ്ട്. അത് വർഷങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടാതെ പോകുമ്പോൾ അത് കുഞ്ഞുങ്ങൾ, നമ്മൾ പറഞ്ഞല്ലോ, സെക്യൂർ അറ്റാച്ച്മെന്റ് അവർക്ക് കുഞ്ഞിലെ ഉണ്ടായില്ലെങ്കിൽ അത് അവരെ അഡൽട്ട്ഹുഡിൽ ബാധിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പരിഹരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സെക്യൂർ ആയിട്ടുള്ള കെയർ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നത്, ആ ട്രസ്റ്റ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ സംഭവം ഈ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ടുള്ള അമ്മയുടെ ആരോഗ്യത്തിൽ നമ്മൾ പരിചരണങ്ങളുണ്ടല്ലേ, നമ്മൾ ഒത്തിരി ഹെൽപ്പ് കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട് നാടൻ രീതിയിലൊക്കെ. പക്ഷേ മനസ്സിന്റെ മേഖലയിലുള്ള ആ പരിചരണത്തിന് ഇന്ന് വളരെ വലിയൊരു നീഡ് ഉണ്ട്. അപ്പോൾ ആ നീഡ് നമ്മൾ കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ അത് കൗൺസിലിംഗ് വേണം. പിന്നെ സൈക്കാട്രിസ്റ്റിനെ കാണണമെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ തന്നെ കാണിക്കണം. അതിന് ചിലപ്പം ചില മരുന്നുകൾ എടുക്കേണ്ടി വരും. അത് മരുന്നെടുക്കുന്നത് ഒരു മോശം കാര്യമല്ല, ആ മരുന്ന് ഹാനികരമല്ല. അത് കുഞ്ഞിന് ഹാനികരാകാത്ത രീതിയിൽ സൈക്കാട്രിസ്റ്റിന് അറിയാം അങ്ങനെ ചെയ്യാൻ. റിലാക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ മൂഡ് സ്റ്റേബിലൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇത് ഹെൽപ്പ് കിട്ടാതെ വന്നാല് അതിനകത്തൊരു വലിയ അപകടം കൂടി ഉണ്ടെന്ന് തോന്നുന്നല്ലേ. അതായത് അത് പതിയെ ഈ ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളത് സൈക്കോസിസിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അത് ആത്മഹത്യ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള മേഖലകളിലേക്ക് അത് മാറാം. സൈക്കോസിസിലേക്കൊക്കെ മാറിക്കഴിയുമ്പോഴാണല്ലോ നമ്മൾ പറയുന്ന ഒരു ബൈപോളാർ 1, 2, 3 അങ്ങനെയൊക്കെയുള്ള ബൈപോളാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ട് എക്സ്ട്രീമ ബൈപോളാർ, മാനിക് ആൻഡ് ഡിപ്രസീവ് എപ്പിസോഡ്സ് ഉണ്ടാകാം. മാനിയ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന വികാരത്തില്, പെരുമാറ്റത്തില്, ചിന്തയിലൊക്കെ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ. അത് മാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർ ടൂ മച്ച് സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും, ഭയങ്കര സംസാരമായിരിക്കും, ഇമ്പൾസീവ് ആയിട്ടുള്ള ചില ബിഹേവിയേഴ്സ് ആയിരിക്കും, ഭയങ്കര എനർജി കൂടി കാണിക്കുന്ന എല്ലാ പെരുമാറ്റങ്ങളും മാനിക്കായിട്ടുള്ള എപ്പിസോഡ്സിൽ പെടും. അത് ഡിപ്പെൻഡ്സ് ഓൺ എ പേഴ്സണാണ്. അപ്പോൾ അത് ഓൺലൈനിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാകാം, സെക്ഷൽ ആക്ടിവിറ്റി കൂടുതൽ കാണിക്കുന്നവരുണ്ടാകാം. അങ്ങനെയുള്ള കുറേ നാളുകൾ പിന്നീട് ഡിപ്രഷൻ വരുന്നു. അങ്ങനെയുള്ള രണ്ടുകൂടെ വരുമ്പോഴാണ് അത് ബൈപോളാർ എന്ന് പറയുന്നത്. ആ എപ്പിസോഡ്സ് കുറേ നാളുകൾ അതങ്ങനെ നീണ്ടു നിൽക്കുക. കുറച്ച് നാൾ ഡിപ്രഷൻ ഉണ്ടാകണം. അത് 1നും 2നും 3ക്ക് ഇത്തിരി വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ജനറലി ചിന്തിക്കേണ്ടത് മാനിയായും ഡിപ്രഷനും എപ്പിസോഡ്സ് ആയിട്ടുണ്ടാകുന്നതിനാണ് ബൈപോളാർ എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സൈക്കോസിസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് വന്നാല് അത് പലപ്പോഴും ക്യൂറബിൾ അല്ല. മാത്രമായി മാറുമെന്നോ. അതെ, ട്രീറ്റബിൾ മാത്രമായിട്ട് മാറും. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നമ്മൾ അങ്ങനെ കുഞ്ഞുങ്ങൾ ജനിച്ച് കഴിയുമ്പോൾ അമ്മയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ വ്യത്യാസങ്ങൾ, അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതിനൊരു കുടുംബപരമായിട്ടുള്ള ഒരു സപ്പോർട്ട്
ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പം ഈ പലപ്പോഴും ഇപ്പം ഈ ചെറിയ കുടുംബങ്ങളിൽ രണ്ടുപേരും ജോലിക്കാര്, കുഞ്ഞുങ്ങൾ പലരും വിദേശത്തും. അപ്പൊ അവർക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നതൊക്കെ വളരെ ചുരുക്കമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ട്, പക്ഷെ അതൊക്കെ മറന്ന് ഈ ഒരു സമയത്ത് അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും, ഇത് വളരെ നോർമലായിട്ടുള്ളതാണ്. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നാൽ അവർക്ക് ഏറ്റവും പെട്ടെന്ന് ഹെൽപ്പ് കൊടുക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഒരു അവയർനെസ് നമ്മുടെ സമൂഹത്തിന് വേണം. എനിക്ക് തോന്നുന്നു ഈ ഡിപ്രഷനെ നമ്മൾ എത്രമാത്രം ഗൗരവമായിട്ട് കണ്ടൊരു വിഷയമാണല്ലേ. കാരണം അതൊരു കറക്റ്റ് ഒരു ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ ഈ ഡിപ്രഷൻ എന്നുള്ളത് ബൈപോളറിലേക്ക് എത്തുന്നു, അത് സൈക്കോസിസ് കാറ്റഗറിയിൽ വരുന്നു. അപ്പം അത് പിന്നെ ലൈഫ് ലോങ് അവരുടെ കൂടെയുള്ളൊരു സന്തത സഹചാരിയായിട്ട് മാറുവാണ് ഈ ഒരു പ്രോബ്ലം. അത് മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ബേസ്ഡ് ഓൺ അവൈലബിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ആത്മഹത്യ. അപ്പൊ ഈ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ മേജർ ഡിപ്രസീവ് ഡിസോർഡർ, ബൈപോളാർ. ഇതിനെല്ലാം ആത്മഹത്യയുടെ സാധ്യതകളുണ്ട്. അതിനോടൊപ്പം തന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, ആൽക്കഹോളിസം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഡിസോർഡേഴ്സും ഈ പ്രശ്നങ്ങളും ആത്മഹത്യയിലേക്ക് നയിക്കാം. ഈ മനസ്സിന്റെ പ്രശ്നങ്ങൾക്ക് ചെയ്യേണ്ടത് ഒരു കൗൺസിലിംഗിനും കൂടെ, തെറപ്പിക്കും കൂടെ പോകുക എന്നുള്ളത്. ഇതെല്ലാം ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. മെഡിസിൻ മാത്രമല്ല, മെഡിസിനും തെറപ്പിയും അതുപോലെ തന്നെ കൗൺസിലിംഗും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതെ, ഒരു ടോക്ക് തെറപ്പി ആണല്ലോ ആവശ്യം മരുന്നിനോടൊപ്പം. എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഒത്തിരി നമ്മുടെ പ്രേക്ഷകർക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളെ, വിഷാദരോഗത്തെയൊക്കെ എത്രമാത്രം സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളൊരു കാര്യം കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒപ്പത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ഒപ്പമായിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം. ഒരു പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.